എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഒരു വീക്ക്ലി ചലഞ്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ 4ാമത്തെ വീക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീക്കുകളിൽ നമ്മൾ മാത്സിൻ്റെ ക്ലാസ് കണ്ടായിരുന്നു, റീസണിങ്ങിൻ്റെ ക്ലാസ് കണ്ടായിരുന്നു. ഈ വീക്ക് നമ്മൾ റീസണിങ്ങിൻ്റെ ക്ലാസ്സാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ റീസണിങ് എടുത്ത സമയത്ത് ഡയറക്ഷനും ക്യൂബ്സ് ആൻഡ് ഡൈസും എന്ന ടോപ്പിക്കായിരുന്നു എടുത്തത്. അത്യാവശ്യം ടോപ്പിക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ദിവസം എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ലൈവിന് എല്ലാവരും നല്ലപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ലൈവിന് വരാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവർ ഇപ്രാവശ്യം മാക്സിമം പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വെക്കുന്ന തന്നെ നമ്മൾ മാക്സിമം നിങ്ങളുടെ ഒരു ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഓരോ ദിവസം എന്താണ് പഠിക്കുന്നത് പറയുന്നത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ലൈവ് അറ്റൻഡ് ചെയ്ത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമിന് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വീക്കിൽ നമ്മൾ നോക്കുന്നത് 2 ടോപ്പിക്കാണ്. ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് എന്ന ടോപ്പിക്കും. ഈ 2 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്കുകൾ തന്നെയാണ്. ബ്ലഡ് റിലേഷനും മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് എന്ന് പറയും. നമുക്ക് ഈ ബ്ലഡ് റിലേഷനകത്ത് നമുക്ക് വരുന്ന സമയത്ത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വരുന്നുണ്ട്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതായത് ഒന്ന്, കുറേ ആൾക്കാർ നമ്മളെ റിലേഷൻസ് തന്നിട്ട് അതിലേതെങ്കിലും 2 പേര് തമ്മിൽ റിലേഷൻസ് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും. രണ്ടാമത് പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മിറർ ഇമേജ് വാട്ടർ ഇമേജ് കോമൺ ആയിട്ട് നമ്മൾ ചോദിച്ച് കാണുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ്റെ കേസിൽ കോമൺ ആയിട്ട് ചോദിച്ച് കാണുന്നത്. പിന്നെ നമുക്ക് വരുന്ന മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജിനകത്ത് മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, വാട്ടർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം മിറർ ഇമേജ് വാട്ടർ ഇമേജ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് എന്താണ് അല്ലെങ്കിൽ വാട്ടർ ഇമേജ് എന്താണ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു നമ്പർ ഒരു നമ്പർ സീരീസ്, ഒരു കുറേ നമ്പേഴ്സ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു വേർഡ് തന്നിട്ടോ അല്ലെങ്കിൽ കുറേ ലെറ്റേഴ്സും നമ്പേഴ്സും മിക്സ് ചെയ്ത് തന്നിട്ടോ നമുക്ക് എന്താണ് അതിൻ്റെ മിറർ ഇമേജ് എന്താണ് വാട്ടർ ഇമേജ് എന്താണ് എന്ന് പറഞ്ഞ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാധാരണ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ദിവസത്തേക്ക് പഠിക്കാനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫസ്റ്റ് ബ്ലഡ് റിലേഷൻ 1 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബ്ലഡ് റിലേഷൻ 1 ആ ഡേ 1 നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 2 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബ്ലഡ് റിലേഷൻ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടും റിലേഷൻസ് കൃത്യമായിട്ടും വരച്ച് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. റിലേഷൻസ് കൃത്യമായിട്ടും ആ റെപ്രസെൻറ്റേഷൻ എടുക്കുക. നമ്മൾ പറയാം പിക്ചറിലി റെപ്രസെൻറ്റ് ചെയ്താണ് ബ്ലഡ് റിലേഷൻ നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടും റിലേഷൻസ് റെപ്രസെൻറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് മെയിൻ. ഇപ്പോൾ ഒരു ഡേറ്റ ഉണ്ടായിരിക്കും, ആ ഡേറ്റയ്ക്കകത്ത് കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക അല്ലേ. അപ്പോൾ ആ ഡേറ്റാസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന റിലേഷൻസ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്തിടണം. ആ ഒരു ഫാമിലിയെ നമ്മൾ വരച്ചിടണം. അപ്പോൾ ഫാമിലി വരയ്ക്കാനാണ് നിങ്ങൾ ആദ്യത്തെ ദിവസം പഠിച്ചെടുക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻ എന്നാൽ അതിൽ ഏതെങ്കിലും 2 പേര് നമ്മുടെ റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് റിലേഷൻഷിപ്പ് ടേമുകളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, പെറ്റേണൽ അങ്കിൾ, മെറ്റേണൽ അങ്കിൾ, ഇങ്ങനെ ഒരുപാട് ടേംസുകളുണ്ട് അല്ലേ. കസിൻ അല്ലെങ്കിൽ നെഫ്യൂ, നീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേമുകളുണ്ട്, റിലേഷൻഷിപ്പ് ടേമുകളുണ്ട്. ആ ടേമുകൾ കൃത്യമായിട്ട് ഏതൊക്കെ ടേമുകൾ എന്ത് റിലേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കാം. എന്നിട്ട് ഈ പറയുന്ന ഒരു 3, 4, 5 ആൾക്കാർ നമ്മളുടെ ഡേറ്റാസ് തന്നിട്ട് അവർ തമ്മിൽ അതിലേതെങ്കിലും 2 പേര് തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആകും എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡേ നല്ലപോലെ തന്നെ ചെയ്ത് പഠിക്കാം. കാരണം അതൊരു ബേസ് ആണ്. അത് നല്ലപോലെ ചെയ്ത് പഠിച്ചതിന് ശേഷം 2ാമത്തെ ദിവസം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുണ്ട്. പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന അല്ലെങ്കിൽ പാടാണെന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല. നമ്മളിപ്പം SSC റെയിൽവേ എക്സാം നോക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ വരാറില്ല. എന്താണ് പോയിന്റ് ടൈപ്പ് എന്ന് വെച്ചാൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സെന്റൻസിൽ 2 പേര് നമ്മുടെ റിലേഷൻ പറയുന്നു. ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ടൈപ്പിൽ, 2ാമത്തെ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ സെന്റൻസിലാണ് ആ റിലേഷൻ പറയുന്നത്. 2 പേര് നമ്മുടെ റിലേഷൻ ഒറ്റ സെന്റൻസ്, പറയുന്ന ആളും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആളും നമ്മുടെ റിലേഷൻ ഒറ്റ സെന്റൻസ്, ആ ഫുൾ സെന്റൻസിനെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കിയെടുത്ത് അതിൽ നിന്നും റിലേഷൻ ആ ഫാമിലിയെ വരച്ച് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ 2ാമത്തെ ദിവസം ചെയ്യാം. അപ്പം 2ാമത്തെ ദിവസം പോയിന്റ് ടൈപ്പ് പഠിക്കുന്നതിന് കൂടെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പഠിക്കാം. നമുക്ക് കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ബ്ലഡ് റിലേഷനകത്ത് കോഡിംഗ് വരുന്നുണ്ട്. കോഡിംഗ് ഡീകോഡിംഗ് എന്നൊരു ടോപ്പിക് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. പക്ഷേ ബ്ലഡ് റിലേഷനകത്ത് കോഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ കോഡിങ്ങിനകത്ത് നമുക്ക് ഓരോ കോഡും ആ റിലേഷനും അവർ ക്വസ്റ്റിനകത്ത് പറഞ്ഞു തന്നിട്ട് നമ്മുടെ ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, കുറേ ലെറ്റേഴ്സും അവർക്കിടയിൽ ഈ കോഡുകൾ തരും. ഈ റിലേഷൻ കോഡ് ഇതായിരിക്കും നിങ്ങൾക്ക് തരിക.
അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും രണ്ടുപേരും നമ്മുടെ റിലേഷൻ ആയിരിക്കും. റിലേഷൻസ് വരയ്ക്കാൻ നമുക്കറിയാം. അപ്പോൾ കോഡ് കൺവേർട്ട് ചെയ്ത് എങ്ങനെ റിലേഷൻ എടുക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, അതും കൂടെ രണ്ടാമത്തെ ദിവസം ഒന്ന് പഠിക്കുക. കോഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ അതും കൂടെ നിങ്ങൾ രണ്ടാമത്തെ ദിവസം പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ബ്ലഡ് റിലേഷൻ്റെ കേസിൽ എന്താണ് കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും രണ്ടുപേര് നമ്മുടെ റിലേഷൻ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരു ഫാമിലി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. രണ്ടാമത് പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും കോഡിൻ ടൈപ്പ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, മെയിനായിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസും കുറേ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ എന്താ പറയുക കുറേ വീഡിയോസിനകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് മാക്സിമം എന്താ ആ ഡേറ്റാസ് വെച്ച് കണക്ട് ചെയ്ത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത വരുന്നത് ഡേ 3ലേക്ക് വരുന്ന സമയത്ത് മിറർ ഇമേജ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. മിറർ ഇമേജ് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു വെർട്ടിക്കൽ മിറർ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് കൺസെപ്റ്റ് ആണ് മിറർ ഇമേജ്. ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന കൺസെപ്റ്റ് ആണ്. അതിൻ്റെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, വേർഡ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വേർഡ് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ചെയ്യും. ഫിഗർ ബേസ്ഡ് ആണെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ നിന്ന് എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ട് വരാം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഡേ 4 വാട്ടർ ഇമേജ് കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മിറർ ഇമേജിൻ്റെ കേസിൽ വെർട്ടിക്കൽ മിറർ വെച്ചുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ വാട്ടർ ഇമേജിൻ്റെ കേസിൽ വരുന്ന സമയത്ത് അത് ഹൊറിസോണ്ടൽ മിറർ വെച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കൺസെപ്റ്റ് വരും. ഹൊറിസോണ്ടൽ മിറർ വയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന കേസുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ ഓക്കെ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ചെയ്ത് പഠിക്കുന്നത്. രണ്ടാമത്തെ ഡേയിൽ പോയിന്റിങ് ടൈപ്പും കോഡ് ടൈപ്പും ഇത് രണ്ടുമാണ് നിങ്ങൾ രണ്ടാമത്തെ ദിവസം നോക്കേണ്ടത് കേട്ടോ. കോഡ് ടൈപ്പും ഇത് രണ്ടാമത്തെ ദിവസം നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് മിറർ ഇമേജിൽ ഞാൻ പറഞ്ഞല്ലോ, മിറർ ഇമേജിൻ്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു വെർട്ടിക്കൽ മിറർ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മിറർ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ് നമുക്ക് എന്തിനുണ്ടാകുന്നത് മിറർ ഇമേജിന് ഉണ്ടാകുന്നത്. ഓക്കെ, മിറർ ഇമേജ് ഉണ്ടാകുന്നത്. അതേസമയം നമുക്ക് വാട്ടർ ഇമേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ മിറർ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഇമേജിനാണ് നമ്മൾ എന്ത് പറയുന്നത് വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴോട്ടൊരു ഇമേജ്, ടോപ്പ് ബോട്ടം ചേഞ്ച്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ടോപ്പ് ബോട്ടം ചേഞ്ച്, മുകളിലുള്ള താഴെയും താഴെയുള്ള മുകളിലേക്ക് മാറി വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ചേഞ്ച്, അതാണ് വാട്ടർ ഇമേജ് വരിക. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 4 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാവുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് ഓരോ ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സാറ്റർഡേ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈവ് സെഷൻസ് വയ്ക്കും. അതിൽ മാക്സിമം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെയാണ്, അത് കുറച്ച് ടൈം കൂടിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം, അത്രയും ടൈം എടുക്കത്തില്ല. പക്ഷേ മാക്സിമം അതിനകത്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതായിരിക്കും കൂടുതലും എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കോമൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടും, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറയാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ലൈവ് സെഷൻ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം പലരും നോട്ടിഫിക്കേഷൻസ് കിട്ടാണ്ട് പലരും ഡീറ്റെയിൽസ് അറിയാണ്ട് പലപ്പോഴും ക്ലാസ്സുകൾ വിട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് കിട്ടാതെ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബാച്ചിന് വേണ്ടിയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് വാട്സപ്പിലും ടെലഗ്രാമിലും ലിങ്ക് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ നേരത്തെ കണ്ടവരൊക്കെ അത് കയറിയിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി ആരെങ്കിലും ഇനി അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ നോക്കുന്ന ബ്ലഡ് റിലേഷൻ ആൻഡ് മിറർ ഇമേജ് വാട്ടർ ഇമേജ് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നല്ലപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഫ്ലോയിൽ നിങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷത്തെ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു എക്സാം നമുക്ക് എന്താണ് ക്രാക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.